പ്രിയമുള്ളവരെ, നിങ്ങൾക്കെന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് അഡ്വക്കേറ്റ് വി ജോയ്. നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. പ്രിയ വോട്ടർമാരെ, നിങ്ങൾക്കെന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തും മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യം ഊട്ടിയുറപ്പിക്കാനും ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യക്കാർ ജീവിച്ചിരുന്ന ആ നല്ല കാലഘട്ടത്തിലേക്ക് തിരികെ പോകുവാൻ അഡ്വക്കേറ്റ് വി ജോയിയെ വിജയിപ്പിക്കുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. വർഗീയത വളർത്തി ഭരണത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന മോദി സർക്കാരിനെ താഴെ ഇറക്കുവാനും അവർക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിന് താക്കീത് നൽകുവാനും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വി ജോയ്ക്ക് രേഖപ്പെടുത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വി ജോയിയെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പൊതുമുതൽ വിൽക്കാതെയും ജനങ്ങളെ കൊള്ളയടിക്കാതെയും വികസന തേരോട്ടം നടത്തുന്ന ഇടത് സർക്കാരിന് പിന്തുണ നൽകാനും കരുത്ത് നൽകുവാനും കൂടിയാകട്ടെ ഇത്തവണത്തെ നമ്മുടെ ഓരോ വോട്ടും. അഡ്വക്കേറ്റ് വി ജോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ വോട്ടർമാരെ, പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറക്കാതിരിക്കുക നമ്മുടെ സ്ഥാനാർത്ഥി വി ജോയ്. നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി വി ജോയിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് കേൾക്കുക. BJP സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായി പാർലമെന്റിനകത്തും പുറത്തും എന്തുകൊണ്ട് കോൺഗ്രസുകാർ മിണ്ടുന്നില്ല? അതൊരു ചോദ്യമല്ലേ? പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതിയെ കുറിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല? BJP ഭരണത്തിൽ രാജ്യത്ത് സ്ത്രീകളും ദളിതരും വേട്ടയാടപ്പെടുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസുകാർ മിണ്ടുന്നില്ല? ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി കേരളത്തിനും ആറ്റിങ്ങലിനും എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? കേരളത്തിന് അവകാശപ്പെട്ട കുട്ടികൾക്കുള്ള ഭക്ഷണ വിഹിതം, റേഷൻ വിഹിതം, പദ്ധതി വിഹിതം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി എന്നിവ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനും അതിനാശാന പാടുന്ന UDF-നും താക്കീത് നൽകുവാൻ അഡ്വക്കേറ്റ് വി ജോയിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കൂ. പ്രിയ വോട്ടർമാരെ, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്യാരണ്ടികൾ? പെട്രോൾ 50 രൂപ, ഡീസൽ 40 രൂപയ്ക്ക്, പാചകവാതകം 300 രൂപയ്ക്ക്, കള്ളപ്പണം കണ്ടുകെട്ടി ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം. 15 ലക്ഷം. ഇത് കേട്ടവാദി കേൾക്കാത്തവാദി ഗോവലിനും ശങ്കറിനും എല്ലാം കൂടെ പോയി ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് എടുത്ത് പാസ്ബുക്ക് ഇട്ടു ഒറ്റ നീപ്പ. എന്നിട്ട് ഗോവാലൻ ചോദിച്ചു, എടാ ശങ്കര, നിന്റെ അക്കൗണ്ടിൽ വല്ലതും വന്നാ? എവിടെ വരാൻ? ഇപ്പൊ കിട്ടും പിന്നെ കിട്ടും ഗോവാലിനും ശങ്കർ ഒരേ നിപ്പ. ഇതാണ് തള്ള്. ഇന്റർനാഷണൽ തള്ളെന്ന് പറഞ്ഞ മോദിയുടെ ഈ തള്ളലാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. കാർഷിക സംരക്ഷണം, വ്യാവസായിക സംരക്ഷണം, സ്ത്രീ സംരക്ഷണം. സ്ത്രീ സംരക്ഷണം അതൊരൊന്നൊന്നര സംരക്ഷണമാണ്. കണ്ടില്ലേ മണിപ്പൂര് നമ്മുടെ അമ്മ പെങ്ങന്മാര് ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ ഓടിക്കുന്നത്, കത്തിച്ചു കളയുന്നത്? ഇതാണോ സ്ത്രീ സംരക്ഷണം? ഇതാണ് മോദി ഗവൺമെന്റിന്റെ സ്ത്രീ സംരക്ഷണം. എന്തിനു പറയണം? ഭരിച്ച് രാജ്യം ഭരിച്ച് മുട്ടിച്ചു കുട്ടിച്ചോറാക്കിയില്ലേ മോദി സർക്കാർ? കണ്ണു തുറന്ന് കാണൂ വോട്ടർമാരെ. കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സമസ്ത മേഖലകളിലും വികസന കുതിപ്പ്. കേരളം ലോകത്തിന് മാതൃക. കേരളം ലോകത്തിന് മാതൃക. കേരളം പോലെയാകണം ഇന്ത്യ മുഴുവനും. അതെ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. ഇടതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ത്യയുടെ നല്ല ഭാവിക്ക്
ഇടതുമുന്നണിക്ക് നിങ്ങളുടെ ഓരോ വോട്ടും രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് വി ജോയിയെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയ വോട്ടർമാരെ, പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ചിഹ്നങ്ങൾ അവിടെ കാണും. ഒരുപാട് വലിയ വലിയ ചിഹ്നങ്ങളൊക്കെ അവിടെ കാണും. നമുക്ക് ആവശ്യമുള്ള ചിഹ്നം മതേതരത്വത്തിന്റെ ചിഹ്നമാണ്, സാഹോദര്യത്തിന്റെ ചിഹ്നമാണ്, തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നമാണ്. അതെ, അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അഡ്വക്കേറ്റ് വി ജോയിക്ക് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വി ജോയിയെ വിജയിപ്പിക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നിപ്പ, കോവിഡ് ദുരിതകാലം, മഹാപ്രളയകാലം, ഈ ഘട്ടങ്ങളിൽ കേരളീയരെ ചേർത്ത് പിടിച്ച് സംരക്ഷകരായിരുന്ന ഇടതുമുന്നണി ഒരു ഭാഗത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മഹാപ്രളയത്തിൽ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന ഹെലികോപ്റ്ററിന്റെ വാടക, റേഷനരിയുടെ വില കണക്ക് പറഞ്ഞു വാങ്ങിയ BJPയും കേരളീയരെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന കോൺഗ്രസും മറുഭാഗത്ത്. ഇനി ആരെ വേണമെന്ന് തീരുമാനിക്കാൻ ഇനിയും ചിന്തിക്കണോ? ഇനി ആരെ വേണം എന്ന് തീരുമാനിക്കാൻ ഇനിയും ചിന്തിക്കണോ? വേണ്ട. നമ്മുടെ നാടിനായി നമ്മുടെ ഇടതുമുന്നണിയെ നമുക്ക് വിജയിപ്പിക്കാം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി അഡ്വക്കേറ്റ് വി ജോയിയെ വിജയിപ്പിക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഖാവ് ജോയി വർക്കല മണ്ഡലത്തിൽ 1200 കോടി രൂപയുടെ വികസനമാണ് നടത്തിയത്. എത്ര കോടി? 1200 കോടി. ഇവിടെ ഉണ്ടായിരുന്ന രമ്പി കേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നൊരു പാവത്താൻ എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? ദോഷം പറയരുതല്ലോ, എല്ലാം പറയണമല്ലോ, ദോഷം പറയാൻ പാടില്ല. 10-15 ഹൈമാസ്റ്റ് ലൈറ്റ് നടുറോഡിൽ അങ്ങ് പിടിപ്പിച്ചു, ഒന്നും നോക്കിയില്ല. ഒരു 3 മിനി മാസ്റ്റ് വികസനം അവിടെ തീർന്നു. അതിയാന്റെ വികസനം അവിടെ തീർന്നു. ഇത് പറഞ്ഞു വന്നപ്പോഴാ പിന്നെ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ട് കേട്ടോ. ആഗോള വിപണിയിൽ പെട്രോൾ വില കുറയുന്നതിന് ആനുപാതികമായി ഇവിടെ ഒരു ഇത്തിരി കൂടും എന്ന് പറഞ്ഞ മന്ത്രി, മഹാനായ മന്ത്രി, വലിയ ഉള്ളിയാട്ടോ, വലിയ ഉള്ളിയാ. ഇവരൊക്കെ കൂടിയിട്ട് വേണം ഇവിടെ ഒന്നുകൂടെ ഒന്ന് നശിപ്പിക്കാൻ. വേണോ? ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക. എന്നും എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന ജോയിയെ വേണോ, അതോ നാടിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവരെ വേണോ? ചിന്തിക്കുക, തീരുമാനിക്കുക. നിങ്ങളുടെ ഓരോ വോട്ടും നമ്മുടെ ജോയിക്ക്, സഖാവ് ജോയിക്ക്, അഡ്വക്കേറ്റ് വി ജോയിക്ക്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകൂ, വിജയിപ്പിക്കൂ. ലാൽ സലാം.